ആത്മഹത്യ ചെയ്തു എന്നാ കേട്ടത്. പക്ഷെ ഇത് ആത്മഹത്യ അല്ലടോ, കൊലപാതകം തന്നെയാണടോ. തിരക്കിട്ടോടുന്ന ഈ ലോകത്തിന് നടുവിലൂടെ ഒരു കുടുംബത്തിൽ നിന്ന് എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യവേ അപ്രതീക്ഷിതമായി നാം അറിയുക പോലും ചെയ്യാത്ത ഒരു കാര്യത്തിൽ നമ്മളെ ചൂണ്ടിക്കൊണ്ട് ഒരു വീഡിയോ പ്രചരിക്കുക. നമ്മളെ അറിയുന്ന ഒരുപാട് മനുഷ്യരുടെ തിരക്കലുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുക. എത്രയൊക്കെ ഞാൻ അതിൽ നിരപരാധിയാണെന്ന് പറഞ്ഞാലും നമ്മെ കേൾക്കാത്ത 1000 മനുഷ്യരെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുക. ഏതു നേരത്താണ് ദൈവമേ എനിക്ക് ആ ബസ്സിൽ യാത്ര ചെയ്യാൻ തോന്നിയത് എന്ന് ഉള്ളറിഞ്ഞു പ്രാർത്ഥിച്ചു പോയിട്ടുണ്ടാകും അയാൾ. സ്വാഭാവികമായും സത്യമെന്തെന്ന് തിരിച്ചറിയും മുന്നേ വിധി എഴുതുന്ന ഈ ലോകത്തിന് മുന്നിൽ പരിഹാസ്യനായി മാറുമ്പോൾ ചിലപ്പോൾ തകർന്നു പോകുമെടോ. ചിലർക്ക് ഇതൊരു കണ്ടന്റ് മാത്രമായിരിക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് ഇത് ജീവിതമാണെടോ. എല്ലാം ചെയ്തു റീച്ചുമായി ഉദ്ദേശിച്ച കാര്യവും നടന്നു. കയ്യും തട്ടി നടന്നു നീങ്ങുന്ന ആ പെൺകുട്ടിയോടാണ് ഇനി അയാൾക്ക് അയാളുടെ മുറിവേറ്റ ഹൃദയം തിരിച്ചു നൽകാനാകുമോ? അയാളുടെ രക്ഷിതാക്കൾക്ക് ആ മകനെ തിരിച്ചു നൽകാനാകുമോ? അയാളുടെ കുടുംബത്തിന് അയാളെ തിരിച്ചേൽപ്പിക്കാനാകുമോ? നിർഭാഗ്യവശാൽ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് അവൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ പേരുമായി ഇനി ഈ ലോകത്ത് ജീവിക്കണ്ടെന്ന് കരുതി അയാൾ ഇന്ന് ഈ നശിച്ച ലോകത്തോട് യാത്ര പറഞ്ഞു.